ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കുണ്ടാവുന്ന ചുമ അല്ലെങ്കിൽ കഫക്കെട്ട്, ജലദോഷം ഇതിനൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ആസ് എ പാരൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പെട്ടെന്ന് കുട്ടിക്ക് കഫ് സിറപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അടുത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില മെഡിസിൻസ് കഴിച്ചത് കൊണ്ട് 9ഓളം കുട്ടികൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന കണ്ടന്റ് ആവശ്യത്തിലധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവരുടെ കിഡ്നീനെ ബാധിക്കുകയും അതുമൂലം മരണത്തിലേക്ക് കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന കണ്ടന്റ് ആവശ്യത്തിലധികമാണ് ഈ 2-3 മെഡിസിൻസിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അടുത്ത് തന്നെ അത് WHO അതിനെ നിരോധിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. കോൾഡ് റിഫ്, റെസ്പി ഫ്രഷ് TR, അതുപോലെ റീലൈഫ്, ഈ 2-3 ഇപ്പോൾ WHO നിരോധിച്ചുകൊണ്ടുള്ള ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഫക്കെട്ടിനും അതുപോലെ ചുമക്കും ഒക്കെ പെട്ടെന്ന് നമ്മൾ ഇതുപോലുള്ള കഫ് സിറപ്പിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചിന്തിക്കേണ്ട വിഷയം. അതായത് ഒന്നാമത് നമ്മൾ എപ്പോഴും, അതായത് ഇപ്പോഴല്ല ഈ കഫ് സിറപ്പിനൊരു പ്രശ്നം വന്നിട്ടുള്ളത്, മുമ്പും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും കഫ് സിറപ്പ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഫ് സിറപ്പുകൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെ അറിയാം. നമ്മൾ വലിയവർക്ക് തന്നെ നമ്മൾ ചിലപ്പോൾ കഫ് സിറപ്പ് കഴിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുത്, ഉടനെ തന്നെ ഡ്രൈവ് ചെയ്യരുതെന്ന് പറയും. ചിലവർക്ക് കുറച്ച് കഴിക്കുമ്പോൾ ഷിവറിങ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് കുട്ടികൾക്ക് അസുഖം വരുന്നത് എന്നുള്ളത്. ചിലർക്ക് അലർജി പോലെ വരുന്നവരുണ്ടാവാം. ചില അലർജി കണ്ടീഷൻസ് കൊണ്ട് ജലദോഷമൊക്കെ വന്നിട്ട് ചുമയായിട്ട് അത് നിൽക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കറിയാം അവർക്കത് എപ്പോഴും വരുന്നുണ്ടാവും. അവരെ ആസ് എ പാരൻറ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ കുട്ടിക്ക് അസുഖം വരുന്നത്, അലർജി കൊണ്ടാണോ അത് വരുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്ന് കഴിക്കേണ്ടതാണ്. അതല്ലാതെ നമുക്ക് സീസണൽ ചേഞ്ചസ് കൊണ്ടും അതുപോലെയുള്ള ചില മാറ്റങ്ങൾ കൊണ്ട്, ചിലപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിച്ചതും അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ മഴക്കാലങ്ങളിൽ ഓരോ സീസണിൽ വരുന്ന പനികൾ ഉണ്ടാവാം, അതിൻ്റെ കൂടെ ചുമ വരാം, കഫക്കെട്ട് വരാം. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ല ഇനി ഇവർക്ക് വളരെയധികം കഫക്കെട്ടുണ്ട്, ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ വളരെ സേഫായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഫ് സിറപ്പുകൾ ആയുർവേദത്തിലുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സാധാരണ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ചുമയും കഫക്കെട്ടും ഒക്കെ ആണെങ്കിൽ ഒരു 3 മുതൽ 5 ദിവസം വരെ നിങ്ങൾക്ക് മരുന്ന് കൊടുത്തിട്ട് കുട്ടിയുടെ കഫക്കെട്ട് വീട്ടിൽ തന്നെ മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ചുമ മാറ്റിയെടുക്കാൻ പറ്റും. ചെറിയ 1, 2, 3 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. കുട്ടിക്ക് ചുമ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഒരുപാട് ലേറ്റായി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമല്ല, അവരുടെ ആദ്യഘട്ടത്തിൽ തന്നെ ജലദോഷമൊക്കെ വന്നു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മരുന്ന് കൊടുക്കാം. ഒന്ന് പനിക്കൂർക്കയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. പനിക്കൂർക്ക വളരെ എഫക്റ്റീവാണ് കഫക്കെട്ടിന്. നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫം വരെ പോകാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ നിങ്ങൾക്ക് ഈ പനിക്കൂർക്ക കൊടുക്കാം. പനിക്കൂർക്കയുടെ ഇല ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ നീരെടുക്കാം. വാട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു തവയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒത്തിരി ചൂടാക്കരുത്, അങ്ങനെയാകുമ്പോൾ അത് കരിഞ്ഞു പോകും. ഒന്ന് വാടുന്നത് വരെ അങ്ങനെ ചെയ്തിട്ട് അത് ഇളം ചൂടോടുകൂടി പിഴിഞ്ഞെടുക്കുക. നമ്മുടെ കൈ കൊണ്ട് ഞെരടി തന്നെ അതിൻ്റെ നീര് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന നീര് നിങ്ങൾക്ക് തേനുമായി മിക്സ് ചെയ്തിട്ട് കുട്ടിക്ക് 2-3 നേരം കൊടുക്കാവുന്നതാണ്. അത് ചുമ എത്രയുണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3 നേരമോ അല്ലെങ്കിൽ 2 നേരമോ കൊടുക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു ടീസ്പൂൺ മാത്രം കൊടുത്താൽ മതി. വളരെ ചെറിയ കുട്ടിയാണ്, 1 വയസ്സിൽ താഴെയൊക്കെ ആണെങ്കിൽ ഒരു 10 തുള്ളി 2 നേരമായിട്ട് കൊടുക്കാം. ചെറിയ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ തേൻ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇളം ചൂടോടുകൂടി ഈ നീര് ഒരു 10 ഡ്രോപ്സ് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവാണ് കുട്ടികൾക്ക്.
വളരെ പെട്ടെന്ന് കഫം പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇനി അവർക്ക് രാത്രി കിടക്കുമ്പോൾ ഇപ്പോൾ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരില ഇതുപോലെ വാട്ടിയെടുത്തിട്ട് നെറുകയിൽ വെച്ച് കൊടുക്കാം. ചെറിയൊരു ക്ലിപ്പൊക്കെ കുത്തി കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. രാത്രി അവർക്ക് ശ്വാസതടസ്സം നേരിടാതെ ഉറങ്ങാൻ പറ്റും. വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. ഇങ്ങനെ ചുമയുടെ കൂടെ കഫക്കെട്ടൊക്കെ ഒത്തിരി ഉണ്ട്, തല ഹെവിനെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പനിക്കൂർക്ക നീര് നമുക്ക് എടുത്തതിന് ശേഷം അതിലൊരു തുണി മുക്കിയിട്ട് നെറ്റിയിൽ ഇട്ട് കൊടുക്കാവുന്നതുമാണ്. കുഞ്ഞുകുട്ടികൾക്കൊക്കെ ഇങ്ങനെ നെറ്റിയിൽ ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല വാട്ടിയിട്ട് തലയിൽ വെച്ച് കൊടുത്താൽ മതി, നെറുകയിൽ വെച്ച് കൊടുത്താൽ മതി. ഇത് അവർക്ക് ശ്വാസതടസ്സമൊന്നും ഇല്ലാതെ നമുക്ക് നോർമലായിട്ട് ശ്വസിക്കാൻ ഇത് സഹായിക്കും. അതല്ല ചെറിയ പനിയൊക്കെ ആണെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാറിക്കിട്ടാറുണ്ട്. സാധാരണ വരുന്ന പനികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ മാറിക്കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ചുമ എന്ന് പറയുന്നത് വൈറൽ ഫീവറൊക്കെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചുമ ഉണ്ടാവാറുണ്ട്. വളരെ ഡ്രൈ ആയിട്ടുള്ള കുത്തി കുത്തി ചുമ ഉണ്ടാവാറുണ്ട്. ഇത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കാറുണ്ട്. ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടതാണ് ഡോക്ടറെ. ആയുർവേദത്തിൽ ഇതിനും വളരെ എഫക്റ്റീവായ ഒരുപാട് മരുന്നുകളുണ്ട്. അത് അവരുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ അതിനുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ വെറുതെ പെട്ടെന്ന് മറ്റു മരുന്നുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ മാക്സിമം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത്. അവരുടെ ബോഡിയിലേക്ക് ഒരുപാട് മരുന്നുകൾ കയറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻറ്റിബയോട്ടിക്കുകളൊക്കെ പലരും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന്. ഇപ്പോൾ പനിയൊക്കെ ഒരു ദിവസം വരുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയല്ലാതെ നമുക്ക് നോക്കിയിട്ട് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് മാത്രം മരുന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് 1 സ്പൂൺ തേനും അതുപോലെ 1 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇത് 3 നേരമായിട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ വരെ ഇടാം മഞ്ഞൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിലാണ് കൂടുതൽ നല്ലത്. ഇത് മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് 2-3 നേരമായിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇതും ചുമക്ക് വളരെ എഫക്റ്റീവാണ്. കഫക്കെട്ടിനും നെഞ്ചിൽ ഉണ്ടാവുന്ന കഫക്കെട്ടിനൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ്. ആ കുറുകലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്ന. പിന്നെ വളരെ എഫക്റ്റീവായിട്ട് കഴിക്കാൻ പറ്റുന്ന 1-2 മരുന്നുകൾ എന്ന് പറയുന്നത് ഒന്ന് താലിസാദി വടകം അതുപോലെ വ്യോഷാദി വടകം ഒക്കെയാണ്. ഇതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് അലിയിച്ച് മിഠായിയൊക്കെ കഴിക്കണ പോലെ അവർക്ക് അലിയിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കാവുന്നതാണ്. അതും നിങ്ങൾക്ക് വളരെ സേഫായിട്ട് വീട്ടിൽ എപ്പോഴും വാങ്ങി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ജലദോഷമൊക്കെ വരുമ്പോൾ തൊണ്ടവേദന മുതൽ നമുക്ക് ചുമയിലേക്ക് വരുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പനിക്കൂർക്കയൊക്കെ നിങ്ങൾക്കൊരു 3 ദിവസമൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് നല്ല എഫക്റ്റ് കാണുക. ഒരു 3 മുതൽ 5 ദിവസം വരെ കൊടുക്കുമ്പോഴാണ് അവർക്കതിൽ നല്ല മാറ്റം കണ്ടു തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഒരാഴ്ച വരെ കൊടുക്കാവുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. 7 ദിവസം കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നാരങ്ങ നീരും തേനും നിങ്ങൾക്ക് 7 ദിവസം വരെ കൊടുക്കാവുന്നതാണ്. ഇനി വളരെ എഫക്റ്റീവായിട്ട് വീട്ടിൽ നിങ്ങൾക്ക് പൊടിച്ച് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു മരുന്ന് പറയാം. അതിൽ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുതേക്കിൻ വേരാണ്. ഇത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവാണ്. റെസ്പിറേറ്ററി പ്രോബ്ലംസിനൊക്കെ വളരെ എഫക്റ്റീവാണ്. ആസ്മ പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. പച്ചമരുന്നുകളൊക്കെ വാങ്ങുന്ന ഉണക്കമരുന്നുകളൊക്കെ അങ്ങാടിക്കടകളിൽ ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കിട്ടും. ചെറുതേക്കിൻ വേര് വേണം. അതുപോലെ തന്നെ ചുക്ക് വേണം, തിപ്പലി വേണം. പിന്നെ വേണ്ടത് കർക്കടക ശൃംഗി എന്ന് പറയുന്ന മരുന്നാണ്. ഇതും നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ വാങ്ങി കഴുകി പൊടിച്ച് സൂക്ഷിച്ചു വെച്ചാൽ ഓരോന്നും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. ഈക്വൽ ക്വാണ്ടിറ്റി ഈ 4ഉം എടുത്തിട്ട് പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഈ കർക്കടക ശൃംഗിയും ആൻറ്റിപൈററ്റിക് ആണ്, അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ആണ്, വളരെ എഫക്റ്റീവാണ്. പനിക്ക് അതുപോലെ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾക്ക്, ചുമ, ആസ്മ, കഫക്കെട്ട് ഇതിനൊക്കെ വളരെ എഫക്റ്റീവാണ് കർക്കടക ശൃംഗി. അപ്പോൾ ഈ 4 മരുന്നുകളും നിങ്ങൾക്ക് അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴുകി പൊടിച്ച് സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ ഇങ്ങനെ ചുമയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് 1 പിഞ്ചോ 2 പിഞ്ചോ എടുത്തിട്ട് തേനിൽ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. 4-5 പ്രാവശ്യം ഡെയിലി ഇങ്ങനെ കൊടുക്കാം. ഇത് വിട്ടുമാറാത്ത ചുമയൊക്കെ മാറാൻ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ആസ് എ പാരൻറ്റ് നിങ്ങൾ
അവെയർ ആയിട്ടിരിക്കുക എന്താണ് കുട്ടിക്ക് കൊടുക്കുന്നത്, ഇത് ഏത് കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ബോധം ആദ്യം വേണം. പെട്ടെന്ന് അസുഖം വരുമ്പം മരുന്നുകൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നത്, ഇനി അത് ഏത് മരുന്നായാലും നമ്മൾ വളരെ പെട്ടെന്ന് മരുന്നുകൾ വാങ്ങി കൊടുക്കുന്നത് അത്ര നല്ലതല്ല. നമ്മൾ നോക്കി അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തതിന് ശേഷം ബാക്കി കഫ് സിറപ്പുകൾ പോലുള്ള മരുന്നുകൾ കൊടുക്കാം. അതല്ലാതെ നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ തന്നെ പോയി അങ്ങനെ വാങ്ങി കഴിക്കുന്നത്, ചിലവരൊക്കെ അങ്ങനെ വാങ്ങി കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രവണത ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്